ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. പലരും പലവിധ സംശയങ്ങൾ വിളിച്ച് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ വരാറുണ്ട്. ഇതുപോലെ എന്നേക്കാൾ നല്ല പ്രായമുള്ള ഒരു അപ്പച്ചൻ ഇതുപോലെ വന്നിട്ട് പറഞ്ഞതാണ്, ഒരുമിച്ച് ജോലിയെടുത്ത ഒരു കുടുംബം പോലെ കഴിഞ്ഞ കൂട്ടുകാരൻ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുടെ മക്കളും ഒക്കെ ആയി. അപ്പോൾ പണ്ടത്തെ പോലെ അവിടെ പോയി മരിച്ചതിന് ശേഷം ആ പതിവ് തെറ്റിക്കണ്ടല്ല എന്നോർത്ത് പോകും. പക്ഷേ ഇപ്പോൾ പതിയെ എല്ലാവരും എഴുന്നേറ്റ് പോകും, മാറിപ്പോകും, അല്ലെങ്കിൽ അതുപോലെ മിണ്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. അദ്ദേഹത്തിൻ്റെ ഭാര്യ മാത്രം, അവർക്ക് മാത്രം വ്യത്യാസമില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ വല്ല സഹായം ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും എനിക്ക് ഒരുപാട് പൈസ തരാനുണ്ട് എന്ന് പറഞ്ഞ് കുറേ സഹായം സ്വന്തം കുടുംബം പോലെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇതാണ് അവസ്ഥ. അവർക്കൊരു മറ്റുള്ളവർ ഒഴിവാക്കുന്ന അധികപ്പറ്റായ താല്പര്യമില്ലാത്ത പോലത്തെ അവസ്ഥ. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്നൊരു വചനമാണ് സുഭാഷിതം 25:17. ചിലരൊക്കെ പറയും എല്ലായിടത്തും ആദ്യം ഭയങ്കര ഇടിച്ചു കയറ്റം, എല്ലാവരും എന്നെ പിടിച്ച് പ്രധാന ആളാക്കും, പിന്നെ പതിയെ ചവിട്ടി പുറത്താക്കും. ഞാൻ ആരെ വിശ്വസിച്ചിട്ടുണ്ടോ അവരൊക്കെ എന്നെ ഇപ്പോൾ കണ്ടാൽ മിണ്ടണില്ല, അല്ലെങ്കിൽ നമ്മളെ ഒന്നും വിളിക്കണില്ല, കാണുമ്പോൾ ഒഴിഞ്ഞു പോണ്, എന്താ ഒരു കുടുംബം പോലെ കഴിഞ്ഞാണെന്ന് പറയും. അതാണ് ദൈവത്തിന് മാത്രം ഒന്നാം സ്ഥാനം കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ വചനം ഒന്ന് കേൾക്കാം. സുഭാഷിതം 25:17. ഇങ്ങനെയുള്ള വിഷമങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി, അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അയൽവാസിയുടെ വീട്ടിൽ, സുഭാഷിതം 25:17 കേട്ടോ, വചനം ഇതാ. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. അപ്പോൾ അതിനൊരു വാക്കുണ്ട്, ഓവർ പ്ലഷർ എന്ന് പറയും. ഞാനിത് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കി. അപ്പോൾ അങ്ങനൊരു വാക്ക് ഇംഗ്ലീഷിലില്ല. എന്നാലും ഇതാണ് അമിതമായ തള്ളിക്കയറ്റം, അല്ലെങ്കിൽ ഒരു പൊസസീവ് മൈൻഡ്. അപ്പോൾ അങ്ങനെ അത് യൂസ് ചെയ്യാറുണ്ട്. അതായത് അധികമായാൽ അമൃതും വിഷം എന്ന് പറഞ്ഞ പോലെ ഓവറായി കഴിയുമ്പോഴത്തേക്കും ഏത് കാര്യത്തിലും ഇങ്ങനെ ഇടിച്ചിടിച്ച് കയറും, അല്ലെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ആവശ്യമില്ലെങ്കിലും എപ്പോഴും ചെന്നുകൊണ്ടിരിക്കും, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും, ഇടപെടാൻ നോക്കും. അപ്പോൾ ഇനി ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും അമിതമായ ആ സാന്നിധ്യം, അതാണ് ഓവർ പ്രഷർ എന്ന് പറയുന്നത്. അത് മറ്റുള്ളവർക്കൊരു മുഷിച്ചിലും ഇഷ്ടകേടും ഉണ്ടായിരിക്കും. അവർക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ വരുമ്പോൾ, ഞാൻ ഒരു വീട്ടിലിങ്ങനെ ഇരിക്കുമ്പോൾ അതെ വന്നുണ്ട് ബ്രദർ വേഗം പോയിക്കോ, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോകൂല, എപ്പോഴും ഇവിടെ വന്നിരിക്കുക, അയാളുടെ വീട്ടിൽ ഇരിക്കാൻ പാടില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുന്നവർ ചില അനുഭവങ്ങളൊക്കെ പങ്കുവച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്കൊക്കെ ഇങ്ങനത്തെ സ്വഭാവങ്ങളുണ്ടെങ്കിൽ അത് മാറ്റുക, ആവശ്യമുണ്ടെങ്കിൽ മാത്രം പോവുക. എന്തിനാ ദൈവത്തിൻ്റെ സന്നിധിയിലോ അതിവികാരൻ്റെ സന്നിധിയിലോ അല്ലെങ്കിൽ പള്ളിയിലോ കപ്പേളയിലൊക്കെ പോയിരിക്കുക, അല്ലെങ്കിൽ പാട്ട് കേക്ക്, TV കാണുക, എന്തെങ്കിലുമൊക്കെ ചെയ്യും. കുടുംബത്തോടൊത്ത് സമയം ചിലവഴിക്കുക. അല്ലാതെ നമ്മളെ കാണുമ്പോൾ അഭിനയിക്കുന്നവരുടെ മുമ്പിൽ എത്ര തവണയെന്ന് വെച്ചാൽ പോകും, പിന്നെ മരിച്ചാലും പോകില്ലെന്ന് പറഞ്ഞതുപോലെ അത്രക്ക് വെറുത്ത് ജീവിക്കുന്ന അവസ്ഥ. ഒന്നുകിൽ അവർക്ക് വെറുപ്പ്, അല്ലെങ്കിൽ നമുക്ക് വെറുപ്പ്. അങ്ങനെ കൂടുതൽ ഇത് അടുത്തിരുന്ന ആൾക്കാർ ഒടുവിൽ ഭയങ്കര കാരണമില്ലാതെ ശത്രുക്കളായി തീർന്നിരിക്കുന്ന അവസ്ഥകൾ കണ്ടിട്ടുണ്ട്. എന്താ കാര്യമൊന്നും ഒരു പിടിയും കിട്ടണില്ല. ബ്രദർ പ്രാർത്ഥിച്ചു നോക്കുമെന്ന് പറയും. ഇത് തന്നെ കാരണം. അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായേ പോകാവൂ, അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം. നമുക്കും മടുപ്പാവും, അവർക്കും മടുപ്പാവും. ഇനി ഉണ്ണണവനെ അറിഞ്ഞില്ലെങ്കിൽ വിളമ്പണവൻ അറിയണമെന്ന് പറഞ്ഞ പോലെ അവർക്കും മടുപ്പില്ലെങ്കിൽ നമുക്കെങ്കിലും ഒരു നാണം, ഒരു മടുപ്പ് വേണം. അതുകൊണ്ട് ദൈവമല്ലാത്ത ഒന്നിനും ഈ ജീവിതത്തിൽ നമ്മൾ പ്രധാന സ്ഥാനം കൊടുത്തിട്ട് കാര്യമില്ല. മറ്റുള്ളതെല്ലാം മറിയും. ഏതിനും അതിൻ്റേതായ ഒരു പൊസിഷനുണ്ട്. അതുകൊണ്ട് ആവശ്യമില്ലാത്ത തള്ളിക്കയറ്റങ്ങൾ, ഇടിച്ചു കയറ്റങ്ങൾ, ഇടപെടലുകൾ, അമിത സംസാരങ്ങൾ, ഇതെല്ലാം പലപ്പോഴും എന്തായി തീരും? ഓവർ പ്ലഷറായി തീരും. അവൻ നിന്നെ വെറുത്തേക്കാം. ഇത് അയൽവാസിയുടെ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് ബന്ധവും സ്വന്തവും പരിചയമുള്ള ആളുകളുടെ കാര്യങ്ങളിൽ ഇഷ്ടമാണല്ല, ചെല്ലുമ്പോൾ ഭയങ്കര സ്നേഹമാണല്ല എന്ന് വിചാരിച്ച് പിന്നെ കൂടുതൽ തവണ പോയിരിക്കലും ചെല്ലലും മിണ്ടലുമായി. അപ്പോൾ തൊട്ടതും പിടിച്ചതും എല്ലാവരും കുറ്റം കണ്ടുപിടിക്കാനും ആ കുറ്റം മറ്റുള്ളവരോട് പറയാനും, അല്ലെങ്കിൽ ചിലർ മൈൻഡ് കേട് കാണിക്കാനായിട്ട് തുടങ്ങും. അതുകൊണ്ട് ഇത് സ്വാഭാവികമാണ്. ചിലർ വന്ന് പറയുന്ന, നേരത്തെ ഞാൻ പറഞ്ഞ കാര്യമോ,
എവിടെ പോയാലും അവസാനം എന്നെ വെറുക്കും, അല്ലെങ്കിൽ കരിവേപ്പില പോലെ കളയും. ഞാൻ ആരെ സ്നേഹിച്ചിട്ടുണ്ട്, ആരെ ഉപകാരം ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതുകൊണ്ട് നമ്മൾ ഡു യുവർ ഡ്യൂട്ടി വെൽ, ദാറ്റ്സ് യുവർ ബ്യൂട്ടി ഓൾവേസ്. മത്തായി 7:12 പറയുന്നുണ്ട്, മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ അവർക്ക് ചെയ്യും, ഇതാണ് നിയമവും പ്രവാചകരും എന്നും പറഞ്ഞ് കുത്തകയാക്കാൻ നോക്കിയാൽ, അല്ലെങ്കിൽ ഒരു പൊസസീവ് മൈൻഡ്, ഞാൻ പറയണ പോലെ, ഞാൻ വിചാരിക്കണ പോലെ, ഞാൻ ചെയ്യണ പോലെ കാര്യങ്ങൾ ചെയ്യണം, എല്ലാവരും എന്നെ പോലെ, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അത് നടക്കുമോ? നടക്കത്തില്ല. സ്വന്തം മക്കളെ പോലും കിട്ടത്തില്ല, അല്ലെങ്കിൽ ജീവിതകാലം പോലും കിട്ടത്തില്ല. ഓരോരുത്തർക്കും അവരുടേതായ വ്യക്തിത്വമുണ്ട്. അപ്പോൾ കൂടുതൽ ചെല്ലുമ്പോൾ നമ്മുടെ സ്വാധീനം അവരുടെ മേൽ ചെലുത്താൻ ശ്രമിക്കും. ചിലപ്പോൾ അവർ നമ്മുടെ മേൽ സ്വാധീനം ചെലുത്താനായിട്ട് ശ്രമിക്കും. ഇത് ഇത്രയും വരെ 5 മിനിറ്റ് പറയേണ്ട കാര്യമൊന്നുമില്ല, 2 മിനിറ്റ് കൊണ്ട് തീർക്കാവുന്നേ ഉള്ളൂ. എന്നാലും ഇരുവിഭാഗത്തിനും ഇതുപോലെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇതാണ് കാരണം പിടികിട്ടുന്നില്ലെന്ന് പറയില്ലേ, എന്താ കാരണമെന്ന് അറിയില്ല. അതുകൊണ്ട് ഇപ്പോൾ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല, ആരെയും സ്നേഹിക്കുന്നില്ലെന്ന് പറയുന്നവർ, അതും കുഴപ്പമാണ്. ആരും ഇല്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പറ്റത്തില്ല. കാരണം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ്. ഹ്യൂമൻ ഈസ് എ സോഷ്യൽ ബീങ്. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയാണ്. സാമൂഹ്യ പ്രതിബദ്ധതകളുണ്ട്, സാമൂഹ്യമായ ആവശ്യങ്ങളുണ്ട്. മറ്റുള്ളവരെ കൂടാതെ നമുക്കും നമ്മളെ കൂടാതെ അവർക്കും ജീവിക്കാനായിട്ട് പറ്റത്തില്ല. ദൈവം അങ്ങനെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എല്ലാ ജീവികളും അതിൻ്റെ തള്ള പ്രസവിച്ചിട്ട ഓടി അവരുടെ കാര്യം നടത്താനായിട്ട് നോക്കും. പക്ഷേ മനുഷ്യനെ കുഞ്ഞായിരിക്കുമ്പോഴും ഗർഭിണിയായിരിക്കുമ്പോഴും വലുതായിരിക്കുമ്പോഴും ഒക്കെ, വലുതായാലും പ്രായമായാലും നല്ല രീതിയിൽ പരസഹായങ്ങൾ ആവശ്യമാണ്. ഒറ്റത്തടിയായിട്ട് ജീവിക്കാനായിട്ട് സാധ്യമല്ല. അതുപോലെ നമുക്ക് മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ സാധിക്കണം. പക്ഷേ ആവശ്യമില്ലാത്ത കടപ്പാടുകളൊന്നും വേണ്ട. നമുക്ക് ചെയ്യാവുന്ന നന്മ ചെയ്തേക്കുക, അത് ദൈവം നമ്മളെ ഏൽപ്പിച്ച, അതിൻ്റെ മേൽ ഉടമസ്ഥാവകാശമൊന്നും പ്രഖ്യാപിച്ച് നിൽക്കണ്ട. പ്രൈസലോ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുകയാണ്. ഈ വചനം നമുക്ക് സ്വന്തമാക്കാം. അതുകൊണ്ട് എല്ലാവരും സ്നേഹിക്കുക എന്നത് ദൈവത്തിൻ്റെ കൽപ്പനയാണ്. ദൈവം നമ്മളെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുക. പിന്നെ സമയം ഫലപ്രദമായിട്ട് വിനിയോഗിക്കുക. അവിടെ എവിടെയും നാൽക്കാലുകളിലും വീടുകളുടെ വരാന്തരകളിലും മറ്റുള്ളവരുടെ കാര്യങ്ങളിലും പോയിരുന്നാൽ അത് അവർക്കും നമുക്കും ചീത്തപ്പേര് മുതൽ എന്തെല്ലാം കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ളവരുണ്ടാക്കിയെടുക്കും. അല്ലെങ്കിൽ അവരങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതെന്ത് കഷ്ടമാണ്, എങ്ങനെ വരണ്ടെന്ന് പറയും എന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഇനി ആവശ്യമുള്ള സ്ഥലത്താണ്, ചിലരുണ്ട് ആവശ്യമുള്ള സ്ഥലത്തും പോകില്ല. ആവശ്യങ്ങൾ വിളിച്ചാൽ പോകണ്ടേ, ആവശ്യമുള്ള കാര്യങ്ങൾക്ക് പോകണ്ടേ. അപ്പോൾ തല്ലിക്കെട്ടി കൊണ്ടുപോയാലും വിളിച്ചാലും പോകാത്തവരുണ്ട്. ഇത് രണ്ടും കെട്ട. ആവശ്യത്തിൽ കൂടുതൽ പോയിരിക്കുക, ആവശ്യമുണ്ടെങ്കിൽ ആവശ്യങ്ങൾ വിളിച്ചാലും പോകേണ്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കുക. ഇത് രണ്ടും തെറ്റാണ്. അമിതമായിട്ട് പോയിക്കൊണ്ടിരിക്കുക, പോകേണ്ട കാര്യത്തിന് പോകാതിരിക്കുക, അതും തെറ്റ് തന്നെയാണ്. പോകേണ്ട കാര്യങ്ങൾക്ക്, ചെയ്യേണ്ട കാര്യങ്ങൾക്ക് ചെയ്യണം, പോകണം. അത് നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.